പ്രൈസ് ദി ലോർഡ്. നമുക്ക് 97-ാമത്തെ പാട്ടിൻ്റെ അതിൻ്റെ രണ്ടാമത്തെ ചാൻസാ. 97:2. ആടിക്കളിക്കുന്നു. പുതു ഹൃദയം അവനേകിയതാലേ വെറുത്തേൻ ജഡത്തിൻ സുഖം, വെറുത്തേൻ നയന സുഖം, വെറുത്തേൻ ലോകസുഖം. എന്നെ വീണ്ട സ്നേഹം, കുരിശിലെ സ്നേഹം, നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ, നിന്റേതെന്നും ഞാൻ. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഒരു മാവുണ്ടെന്ന് വിചാരിക്കുക, അത് നിറയെ കായുണ്ടായി. അപ്പം നമ്മളിത് കണ്ടിട്ട് വഴിയെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് അവരോട് പറയുക, നോക്കിയേ മാവേ നിറയെ കായുണ്ടായെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? പിന്നെ മാവേൽ എന്നാ ഉണ്ടാകുന്നതെന്ന് ചോദിക്കും. അതേസമയം നമ്മൾ പറയും മാവേ നോക്കി ഒരു കിലോ തേങ്ങ ഉണ്ടായെന്ന് പറഞ്ഞാൽ എവിടാന്ന് ചോദിച്ചാൽ ഒരു ഓടി വരും കാണാൻ, അല്ലേ? അത്ഭുതത്തോടെ ഓടി വരും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ ഈ പാടിയ പാട്ട് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പാടിയത്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ എന്ന് പറയുന്നത് പുതിയൊരാത്മാവ്, പുതിയൊരു ഹൃദയം, പുതിയൊരു മനസ്സ്. നമ്മളെല്ലാം പഴയതാവുള്ളൂ, ആദാമ്യമായിട്ടുള്ളതാവുള്ളത്. ആദാമ്യമായിട്ട് ഉള്ളതിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? ഈ തിന്മകളെ വരത്തുള്ളൂ, അല്ലേ? നമ്മുടെ ജോയലൊക്കെ പറഞ്ഞു അച്ചാച്ചനേക്കാൾ ഉറക്കം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചടിച്ചു. ആദാമിലുള്ള അത് തന്നെയാ, ആദാമിൽ നിന്ന് അതേ വരത്തുള്ളൂ. അത് കാണിക്കുന്നൊരു കാര്യം നമ്മൾ ഇപ്പോഴും എവിടെ നിൽക്കുന്നതെന്നാ? ആദാമിൽ. ഇല്ല, നമ്മൾ ഒരാഴ്ച ഞാൻ പറഞ്ഞിരുന്നു 1:15 നമ്മൾ മണ്ണുകൊണ്ട് ഉള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അപ്പോൾ അവിടുത്തെ പ്രശ്നം, നമ്മൾ ഇതുവരെ സ്വർഗീയൻ്റെ പ്രതിമ ധരിച്ചിട്ടില്ല, ഇന്നും മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമയാണ്. അപ്പോൾ എന്തേ വരത്തുള്ളൂ? ജഡത്തിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? തിന്മയെ വരത്തുള്ളൂ. ഇപ്പം കർത്താവ് അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായി 7. മത്തായി 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, 17-18 വാക്യങ്ങളാണ് നമ്മളിങ്ങനെ വായിക്കുന്നു. അല്ല, തൊട്ട് മുകളിൽ 16-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ അറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ട്. എന്താ മറുപടി? ഇല്ല. ഇപ്പം പിള്ളേരൊക്കെ ഏതാ പറഞ്ഞു, ഞങ്ങളിന്ന് പുറപ്പെട്ടു വരുന്നത് നേരെ വിരുദ്ധമാണ്, പക്ഷെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങനെ അല്ലാണ്ടിരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആ പ്രശ്നം വൃക്ഷത്തിൻ്റെ പ്രശ്നമാണ്. തുടർന്ന് താഴോട്ട് എന്താ പറയുന്നത്? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. അപ്പം നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? ആകാത്ത ഫലം. ആ വൃക്ഷം ഏതാ? ജഡം. ജഡം. ജഡത്തിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? മരണം, അല്ലേ? ജഡത്തിൻ്റെ ചിന്ത തന്നെ മരണമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ വീണ്ടും ജനിക്കുന്നു. വീണ്ടും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പുതിയ വൃക്ഷം അവൻ്റെ ഉള്ളിൽ ഉരുവാകുന്നു, ആത്മാവാകുന്ന വൃക്ഷം. ആ വൃക്ഷത്തിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? നല്ല ഫലം മാത്രമേ വരത്തുള്ളൂ. അതിനൊരിക്കലും ആകാത്ത ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. ആകാത്ത വൃക്ഷത്തിന് ഒരിക്കലും നല്ല ഫലം പുറപ്പെടുവിക്കാനും കഴിയത്തില്ല. അപ്പം നമ്മുടെ പരീക്ഷകളോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സ് എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. റോമർ 8 നമ്മളിങ്ങനെ വായിക്കുന്നു,
ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം. ലിവിവുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിൽ വെച്ചിരിക്കുന്ന മനസ്സ് മരണം, ആത്മാവിൽ വെച്ചിരിക്കുന്ന മനസ്സോ ജീവനും സമാധാനവും. അപ്പം നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം വരത്തില്ല. ദൈവം നമ്മുടെ ഹൃദയത്തെ പുതുക്കുന്ന ഒരു പ്രക്രിയയല്ല ചെയ്യുന്നത്. അതിനെ പുതുക്കി നന്നാക്കാൻ കഴിയത്തില്ലാത്തതുകൊണ്ട് ഒരു പുതിയ ഹൃദയമാണ് തരുന്നത്. അന്നേരം നമുക്ക് എന്തുണ്ട്? നമ്മുടെ പഴയ ഹൃദയം അവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് എന്തൊക്കെയോ വരത്തുള്ളൂ. മർക്കോസ് 7:20 തൊട്ട് നമ്മുടെ പഴയ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെ വരുമെന്നാണ് അവിടെ കർത്താവ് പറഞ്ഞത്. മർക്കോസ് 7:20 തൊട്ട് നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്ര മനുഷ്യനെ അശുദ്ധനാക്കുന്ന അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പൊ ഇത് ഈ നമ്മുടെ പഴയ ഹൃദയം പുതുക്കാൻ പറ്റത്തില്ല. അത് പുതുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്യുന്നത്? ഒരു പുതിയ ഹൃദയം നമുക്ക് തരുന്നു. ആ പുതിയ ഹൃദയത്തിൽ എന്തേ ഉള്ളൂ? ദൈവികമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഈ പഴയ ഹൃദയമുണ്ട്, പുതിയ ഹൃദയമുണ്ട്. പഴയ മനുഷ്യനുണ്ട്, പുതിയ മനുഷ്യനുണ്ട്. പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? അത് ദൈവാനുരൂപമായി അല്ല ദൈവിക വളർച്ച പ്രാപിക്കുന്ന ഒന്നാണ്. ഈ ആത്മാവിൽ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ആത്മാവിൽ വളരുകയും ദൈവിക സ്വരൂപത്തിലേക്ക് വളരുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം നമ്മുടെ പഴയത് അവിടെ തന്നെയുണ്ട്. അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. അപ്പം നമ്മുടെ എല്ലാം പരീക്ഷകളിൽ എന്തുണ്ട്? നമ്മുടെ ഇഷ്ടമുണ്ട്, ദൈവ ഇഷ്ടമുണ്ട്. നമ്മുടെ ഇഷ്ടം നമ്മളെ മരണത്തിലേക്ക് നയിക്കും, ദൈവേഷ്ടം നമ്മളെ ജീവനിലേക്ക് നയിക്കും. അപ്പം ഇതിന് നമ്മളെ ശക്തരാക്കുന്ന ആരാ? അപ്പം ഇതിന് പരിഹാരമായിട്ട് കർത്താവ് ചെയ്തൊരു കാര്യം എന്താ? റോമർ 8:8 നമ്മളിങ്ങനെ വായിക്കുന്നു. റോമർ 8-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 2 പ്രമാണങ്ങളാണ്. ഒന്ന് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം, ഒന്ന് ജീവന്റെ പ്രമാണം. ഇവിടെ നമ്മൾ വായിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെ പരിശുദ്ധാത്മാവിന്റെ പ്രമാണം എന്ത് ചെയ്യുന്നു? എന്നെ പാപത്തിന്റെയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എപ്പോഴൊക്കെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു, അപ്പം ഞാൻ എന്ത് ചെയ്യും? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. എപ്പോഴൊക്കെ ഞാൻ എൻ്റെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നോ അന്നേരം ഞാൻ പാപത്തിൽ വീഴും. അപ്പം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നുള്ള പ്രശ്നം. താഴോട്ട് എന്താ വായിക്കുന്നത്? 3 മുതലുള്ള ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ഈ ജഡത്തിന് എന്ത് ബലഹീനതയാണുള്ളത്? നമ്മുടെ ജഡമൊക്കെ ബലഹീനമാണോ? ആണോ? ഇല്ല, ഞാൻ തനി സ്വരൂപം കാണിക്കാമെന്നൊക്കെ പറയുമ്പം ബലഹീനമായിട്ടാണോ മസിലും പിടിച്ചു വരുന്നത്? ജഡം എവിടെയാണ് ബലഹീനമായിരിക്കുന്നത്? 8-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 7-ാം വാക്യത്തിൽ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകത എന്താ? അത് വചനം അനുസരിക്കത്തില്ല, അത് വചനത്തിന് കീഴ്പ്പെടത്തില്ല, വചനത്തിന് എതിരാ. അതാണ് ജഡത്തിന്റെ ബലഹീനത എന്ന് പറഞ്ഞ. എപ്പോഴും നമ്മുടെ ജഡം എന്താ ഇച്ഛിക്കുന്നത്? പാപം, മത്സരം, എപ്പോഴും അതാ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും ദൈവവചനത്തിന് കീഴ്പ്പെടത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതങ്ങളൊന്നും രൂപാന്തരപ്പെടാത്തത്. നമ്മൾ ജഡം കൊണ്ടൊരു ആത്മീയജീവിതം നയിക്കാൻ ശ്രമിക്കുക. ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കും, കൈപ്പാരിക്കുന്നൊക്കെ കേട്ടിട്ട് പോയിട്ട് പിന്നെ എന്തിനാ ഭാര്യയെ തല്ലാൻ ഓടിക്കുന്നത്? ഈ ജഡം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടത്തില്ല. നമുക്ക് ജഡം കൊണ്ടൊരു ക്രിസ്തീയം നയിക്കാൻ കഴിയത്തില്ല. ജഡം നമ്മുടെ മിത്രമാണോ ശത്രുവാണോ? ശത്രുവാ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ജഡത്തെ കാണുന്നത്? ജഡത്തിൽ നിന്ന് വരുന്നതെല്ലാം ശത്രു കൊണ്ടിരുന്ന കാര്യങ്ങളാണ്, നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതാ സ്വീകരിക്കുന്നത്, ഇല്ലേ? നമ്മുടെ ജഡത്തിന്റെ ചിന്തകളെ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം ജഡത്തിന്റെ പ്രത്യേകത, അതിന്റെ ബലഹീനത, അതിന് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാൻ കഴിയത്തില്ല. പിന്നെ ആർക്കേ കഴിയത്തുള്ളൂ? ആത്മാവിന് മാത്രമേ വചനം അനുസരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ വീണ്ടും ജനിക്കുമ്പം നമ്മളിൽ ആദ്യം ഒരു പഴയ വൃക്ഷം മാത്രമേ ഉള്ളൂ. വീണ്ടും ജനിക്കുമ്പം ഒരു പുതിയ വൃക്ഷം കൂടെ ഉണ്ടായി. ഇപ്പം 2 വൃക്ഷമായി നമ്മുടെ ഉള്ളിൽ. അതാ ഈ പഴയ വൃക്ഷത്തിൽ നിന്ന് എപ്പോഴും എന്താ വരുന്നത്? മരണം. അതിൽ നന്മയൊന്നും
വരത്തില്ല. അതുകൊണ്ടാണ് പൗലോസപ്പൻ റോമനായന 7-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയിൽ ഒന്നുമില്ല. എൻ്റെ ജഡത്തിൽ നന്മ എന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ എന്തേ ഉള്ളൂ? മരണം. പക്ഷേ ആത്മാവിലോ? അവിടെ ജീവൻ മാത്രമേ ഉള്ളൂ. അവിടെ തിന്മയൊന്നുമില്ല. അവിടെ നന്മ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം പഴയ നിയമകാലത്ത് ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇത് നീ അനുസരിച്ച് നടന്നാൽ ജീവൻ, ലംഘിച്ചാൽ മരണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം 2 വൃക്ഷം നമ്മളിലുണ്ട്, ജഡമാകുന്ന വൃക്ഷവും ആത്മാവാകുന്ന വൃക്ഷവും. അപ്പോൾ ഓരോ പരീക്ഷകളിലും നമ്മൾ മൂന്നാമത് നിൽക്കുക. 2 വൃക്ഷങ്ങൾ നിൽക്കുന്നു, നമ്മൾ നടുക്ക് നിൽക്കുന്നു. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് ഏത് തിരഞ്ഞെടുക്കുന്നു? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിരഞ്ഞെടുത്താൽ എന്താ കിട്ടുന്നത്? ജീവൻ. ജഡമാകുന്ന വൃക്ഷത്തിൽ നിന്ന് തിരഞ്ഞെടുത്താലോ? മരണം. അപ്പം നമ്മുടെ മനസ്സ് പുതുക്കപ്പെടും തോറുമാണ് ഈ സത്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ നടത്തപ്പെടുന്നത്. നമ്മുടെ പഴയ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് 3 ഘടകങ്ങളുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. വീണ്ടും ജനിക്കുമ്പോൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു. ഇനി എവിടെയാണ് നമുക്ക് രൂപാന്തരം വരണ്ടേ? ഇനിയും നമ്മുടെ വീണ്ടെടുപ്പ് നടക്കേണ്ടത് ദേഹിയിലാണ്. നമ്മുടെ ദേഹിയിലാണ്. ദേഹി എന്ന് പറയുന്നതിന് 3 തലങ്ങളുണ്ട്: മനസ്സ്, വികാരം, ഇച്ഛ. അപ്പം ഈ 3 തലങ്ങളിലാണ് പുതുക്കം വരേണ്ടത്. ഒന്നാമത് നമ്മുടെ മനസ്സിനാണ് പുതുക്കം വരേണ്ടത്. നന്മയും പ്രസാദവും റോമർ 12:2 പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പരീക്ഷകളിൽ ഞാൻ ആത്മാവിൽ നിന്ന് സ്വീകരിക്കുമോ ജഡത്തിൽ നിന്ന് സ്വീകരിക്കുമോ? ഞാൻ എപ്പോഴൊക്കെ ആത്മാവിൽ സ്വീകരിക്കുന്നു, അന്നേരം എന്തു പറ്റും? എൻ്റെ മനസ്സിന് പുതുക്കം വരും. ഇപ്പം കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മമാരെ കർത്താവിനനുസരിച്ച് ന്യായമല്ലോ. അവരനുസരിക്കുന്ന ഒരു പരീക്ഷ വരുന്നിടത്ത് ഞാൻ ആ വചനം അനുസരിക്കുന്നിടത്ത് എന്തു പറ്റും? എനിക്ക് ജീവൻ കിട്ടും. പക്ഷെ എൻ്റെ ജഡം എന്ത് ചെയ്യല? ജഡത്തിനും അനുസരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജഡം എത്ര ശ്രമിച്ചാലും അനുസരിക്കാൻ പറ്റത്തില്ല. ജഡം അതിനെതിരാ. അപ്പം ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം 3 പേരുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 3 പേര് നിൽക്കുന്നു. ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുക. ആര് തമ്മിലാണ് സാധാരണ വടംവലി നടക്കുന്നത്? ആത്മാഭിലാഷവും ജഡാഭിലാഷവും തമ്മിലാണ് ഒരു വടംവലിയുണ്ട്. ഈ വടംവലിയിൽ നമ്മൾ 3-മതാണ് നിൽക്കുന്നത്. നമ്മൾ 3-മനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവർ തമ്മിൽ ഇങ്ങനെ വലിച്ച് കൊണ്ടിരിക്കുമ്പം നമ്മൾ ആത്മാവിൻ്റെ കൂടെ കൂടുക എന്ന് വിചാരിക്കുക. അപ്പോൾ ആര് ജയിക്കും? ആത്മാവ് ജയിക്കും. നമ്മൾ ജഡത്തിനൂടെ നിന്നാലോ? ജഡം ജയിക്കും. എങ്ങനെ ആത്മാവിൻ്റെ കൂടെ നിൽക്കുന്നത്? അനുസരിക്കുന്ന വഴി. ഇപ്പം നമ്മളോട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഈ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ചും ഇങ്ങനെയൊക്കെ കേട്ട് 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 സംഭവിക്കുന്നൊരു കാര്യം, നമ്മൾ ഈ തൊട്ടവാടികൾ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഉറക്കെ ഇച്ചിരി കർശനമായിട്ട് പറഞ്ഞാൽ ഉടനെ തീർന്നു. സന്തോഷം പോയി, സമാധാനം പോയി, പ്രത്യാശയും പോയി, പരാതിയും പിറുപിറുപ്പൊക്കെ വരും. ഞാനിടയ്ക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സൗകര്യോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ ആ നിലയിൽ വളരെ കർശനമായിട്ട് പറയും, പോയേക്കരെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും മുഖമൊക്കെ വാടിയാകെ സന്തോഷം. അത് കാണിക്കുന്നത് എന്താ? അത് കാണിക്കുന്നത് നമ്മൾ ആത്മാവിൽ ശക്തരായിട്ടില്ലെന്നുള്ളതാണ്. നമ്മൾ ഇന്നും ആരാ? ശിശുക്കളാ. നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടിട്ടുണ്ടല്ലോ. അതൊരു അനുഗ്രഹമായിട്ട് എടുക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഒത്തിരി നമ്മളെ തന്നെ കാണാനായിട്ടും ഇനി എനിക്ക് മുന്നോട്ട് പോകാണ്ടെന്ന് കാണിക്കാനും സാധിക്കും. അതിൽ ചില ശബ്ദം ഉയർത്തി പറയുന്നു, അന്നേരം മുഖം പാടും. പ്രതീക്ഷിക്കുന്നത് എന്താ? എൻ്റെ അടുക്ക് വരുമ്പോൾ ശബ്ദമൊക്കെ താത്ത വളരെ മയത്തിലൊക്കെ വേണം എന്നോട് സംസാരിക്കാൻ, അല്ലേ? കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അത് തന്നെയാണ് പ്രശ്നം. അപ്പം നമ്മുടെ ജഡം ഒച്ചയുണ്ടാക്കി അധികാരത്തെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതാ പിള്ളേർ പറഞ്ഞ്, പപ്പ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒച്ച ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ അധികാരത്തെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക, ഒച്ച കൂടുതലുണ്ടാക്കിയിട്ട്. ഇതെല്ലാം കാണിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പുതുക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ കൂട്ടത്തിലാണ് നിൽക്കുക? ദൈവവചനത്തോടും ദൈവാത്മാവിനോടും കൂടെ നിൽക്കുക. അത് നമ്മളൊരു ബലപ്രയോഗത്തിലൂടെയാണ് നമ്മളെ തന്നെ താഴ്ത്തുന്നത്. അല്ലാണ്ട് നമ്മുടെ ജഡം സ്വാഭാവികമായിട്ട് താഴത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ബലം പ്രയോഗിക്കണം. അതാ കർത്താവ് പറഞ്ഞ്, യോഹന്നാന്റെ കാലം മുതൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ആ ബലാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് കൂടുതൽ ഒച്ച ഉണ്ടാക്കാനുള്ള പരീക്ഷ വരുന്നു. ഞാൻ മനഃപൂർവ്വം ഒച്ച ഉണ്ടാക്കിയാലും തീരുമാനിക്കുന്നു, ഒച്ച കുറയ്ക്കുന്നു മനഃപൂർവ്വം. അപ്പോൾ ഒരു ഭയങ്കര പോരാട്ടമുണ്ട്. എൻ്റെ ജഡം പറയും, വിടരുത്, കൂടുതൽ ഒച്ച ഉണ്ടാക്കണം, എന്നാലേ ജയിക്കുകയുള്ളൂ.
അപ്പോൾ ആത്മാവ് എന്ത് പറയും? ഇല്ല, നീ നിശബ്ദനായിരിക്കണം, താഴണം, എന്നാലേ നീ ജയിക്കുകയുള്ളൂ, നീ ദൈവത്തിൻ്റെ പക്ഷത്തെത്തത്തുള്ളൂ. ഈ ഒരു വടംവലിയിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും അവിടെ നിൽക്കേണ്ടത് ദൈവജനത്തോടൊപ്പമാണ്. അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ദൈവജനമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവജനം എന്ത് പറയും ഇതിനെക്കുറിച്ച്? ഇവിടെ നമ്മുടെ ജഡം പറയുന്നതിനെതിരായിട്ട് മത്സരിക്കാനാണ്. ഇതിൽ ഒത്തിരി ന്യായങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആത്മാവ് എന്ത് പറയുന്നു, അല്ലെ വചനം എന്ത് പറയുന്നു? അവിടെ നമ്മൾ വചനത്തിന് വിധേയപ്പെടുമ്പോൾ ആർക്കാ വിധേയപ്പെടുന്നത്? നമ്മൾ ഒന്ന് മാത്രം സഞ്ജീവ് വായിക്കും, ദൈവത്തിന് കീഴടങ്ങാൻ പറയുന്നുണ്ട്. ഈ ദൈവത്തിന് ഇങ്ങനെ കീഴടങ്ങുന്നത് ദൈവവചനത്തിന് കീഴടങ്ങുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ദൈവത്തെ കാണത്തില്ല ഇല്ലേ? നമ്മളെങ്ങനെ ദൈവത്തെ കീഴടങ്ങുന്ന തിരിച്ചറിയുന്നത് എങ്ങനെ? ഞാൻ ദൈവവചനത്തിന് കീഴടങ്ങുമ്പോഴാണ്. എപ്പോഴൊക്കെ ഞാൻ ദൈവവചനത്തെ മറുതലിക്കുന്നോ, അന്നേരം ഞാൻ ആർക്കാണ് കീഴ്പ്പെടുന്നത്? സാത്താനെ കീഴ്പ്പെടുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു ഭാര്യ ഭർത്താവിനോട് മത്സരിക്കുമ്പം ആ ഭാര്യ ആർക്കാ വിധേയപ്പെടുന്നത്? സാത്താന്. ജഡത്തിന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സാത്താന്. എപ്പോഴും സാത്താൻ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയത്തില്ല. അവൻ പിന്നെ ഇതിലേ വരുന്നത്, ജഡത്തിൽ കൂടിയാണ് വരുന്നത്. ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ, മോഹങ്ങളെ ഉത്തേജിപ്പിച്ച് അതിലൂടെയാണ് നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ എത്ര പേര് ജഡം നമ്മുടെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്? ജഡത്തെ മിത്രമായിട്ട് കണ്ടിട്ടുള്ളവരാണ് കൂടുതൽ ഒച്ചയുണ്ടാക്കുന്നത്. ജോലൊക്കെ കേൾക്കുന്നുണ്ടോ? ആരാ കൂടുതൽ ഒച്ചയുണ്ടാക്കുന്നത്? ജഡത്തെ മിത്രമായിട്ട് കണ്ടിട്ടുള്ളവരാ. ദൈവത്തെ മിത്രമായിട്ട് കണ്ടിട്ടുള്ളവരോ കുറച്ച് ഒച്ച ഉണ്ടാക്കത്തുള്ളൂ. ജഡത്തെ മിത്രമായിട്ട് കണ്ടവർ എപ്പോഴും തന്നെത്താൻ ഉയർത്തും. ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെത്താൻ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം നമ്മുടെ മേലെ വെച്ച അധികാരങ്ങളുടെ മീതെ അതിനെ അനുസരിക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ വെല്ലുവിളിക്കുക. ഇപ്പം ഭാര്യയാണേലും ഭർത്താവാണേലും കുഞ്ഞുങ്ങളാണേലും ആരാണേലും ദൈവം വെച്ച അധികാരങ്ങളുടെ മീതെ അതിനെ അനുസരിക്കാതിരിക്കുമ്പം എന്താ ചെയ്യുന്നത്? സാത്താനി കീഴടങ്ങുക ചെയ്യുന്നത്. നമ്മളത് കാണാറുണ്ടോ അങ്ങനെ? പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഞാൻ ജയിച്ചു. അവിടെ ആരാ ജയിച്ചേ? സാത്താനാ ജയിച്ചേ. പക്ഷെ കീഴടങ്ങുന്ന താഴ്ത്തുന്ന ആളും ജയിക്കുക. അവിടെ ദൈവമാണ് ജയിക്കുന്നത്. ഇപ്പം കർത്താവ് അത് മാറി കാണിക്കാനായിട്ടാണ് നമ്മുടെ ലോകത്തിലേക്ക് വന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചിരിക്കുകയും പിള്ളേരതൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം എന്താ? നിക്കോദോസിനോട് പറഞ്ഞ കാര്യം അവരോടും പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? പുതിയ വൃക്ഷം വരും. നമ്മുടെ ഉള്ളിലൊരു പുതിയ വൃക്ഷം, ജീവന്റെ വൃക്ഷമാണ്. അതുവരെയും ഏതാ ഉള്ളത്? ഈ പഴയ വൃക്ഷമാണ്, മരണത്തിന് ഫലം കായ്ക്കുന്ന. പിന്നീടാണ് ഒരു പോരാട്ടം ആരംഭിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് വായിക്കുന്ന ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും. ഗലാത്യലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അത് തമ്മിൽ പ്രതികൂലമല്ലോ. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്, നന്മയുള്ള ആഗ്രഹം ഇച്ഛ എനിക്കുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ? എവിടുന്ന ഇച്ഛ വരുന്നത്? ഈ പുതിയ വൃക്ഷത്തിൽ നിന്നാണ് ഇച്ഛ വരുന്നത്. പുതിയ വൃക്ഷത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് താൻ തുടർന്ന് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പം എന്നെക്കുറിച്ച് തന്നെ എൻ്റെ അഭിപ്രായം എന്താ? ദൈവം ആരെയാണ് അംഗീകരിക്കുന്നത്? അരിഷ്ടന്മാരെയാണ്. ദൈവം അരിഷ്ടന്മാരെയാണ് കടാക്ഷിക്കുന്നത്, ദരിദ്രന്മാരെയാണ് കടാക്ഷിക്കുന്നത്. സമ്പന്നന്മാരെ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? വെറുതെ അയച്ചുകളെ. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറഞ്ഞ, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. നമ്മുടെ ചിന്ത ഏതാ? നമ്മൾ കോപിക്കുകയും മോഹിക്കുകയും പരാതി പറയുകയും വെല്ലുവിളിക്കുകയും ഒച്ച ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഞാൻ ധനവാൻ സമ്പന്നൻ അല്ലേ? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതോ ഞാൻ അരിഷ്ടനാണ് കർത്താവേ. തുടർന്ന് എന്താ കർത്താവ് പറയുന്നത്? നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, കുരുടനാണ്, നഗ്നനാണെന്ന് നീ അറിയാതിരിക്കുക. അപ്പം നമ്മുടെ ജഡം ജയിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ഏതാ? ദൈവത്തിന് മുമ്പാകെ നമ്മൾ ആരായിത്തീരുന്നു? നഗ്നനായിത്തീരും. തുണിയില്ലാത്ത ഒരാൾ നിൽക്കുന്ന പോലെയാണ്. നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? ആ ശരിയായിട്ട് ചിന്തിച്ച് ചോദിക്കാം. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ? പക്ഷെ ആത്മീയമായിട്ട് ചിന്തിച്ച് നോക്കി. ഒരു ഭാര്യ ഭർത്താവിൻ്റെ നേരെ ഒച്ചയിടുമ്പം തുണിയില്ലാത്തൊരു സ്ത്രീയായിട്ടാണ് നിൽക്കുന്നത്. ആത്മീയമായിട്ട് തുണിയില്ല, നഗ്നയാണ്. അല്ലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാതിരിക്കുമ്പം നഗ്നനാ ആള്. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന എന്നാ ലജ്ജയാതിൽ അവർക്ക് മാനം തോന്നുന്നു. ശരിയല്ലേ? ഭാര്യയായിട്ട് ഓടിച്ചതിന് ശേഷം, അല്ലെ ഭർത്താവിനോട് മത്സരിച്ചതിന് ശേഷം
ഇല്ല, തലയെടുപ്പോടാണ് നടക്കുന്നത്. ശരിക്കും എങ്ങനെയാണ് നടക്കേണ്ടി? ദുഃഖിച്ച് തല താഴ്ത്തി നടക്കണം. അയ്യോ എന്നുള്ള നിലവിളിയായിട്ട് നടക്കുക. അതിന് പകരം നമ്മളെങ്ങനെ നടക്കുന്നത്? ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യവാനും അരിഷ്ടനും കുരുടനും നഗ്നെന്ന് അറിയാതിരിക്കുക. നീ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ലജ്ജയുടെ, നഗ്നയുടെ ലജ്ജ വെളിവാദണം ധരിക്കാൻ വെള്ളയുടുപ്പ് എന്നോട് വിലക്കില്ലേ, കണ്ണിലെഴുത ലേപമൊക്കെ എന്നോട് വിലയ്ക്ക് വാങ്ങി ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അവിടെ എന്താ നമ്മൾ വില കൊടുക്കേണ്ടേ? എന്താ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് അവിടെ വിലയായിട്ട് കൊടുക്കേണ്ടേ? അതേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു വയലിൽ ഒളിപ്പിച്ച് വെച്ചൊരു നിധി കണ്ടു. നിധി കണ്ട് എന്താ ചെയ്തേ? അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്നിട്ട് ആ വയൽ വാങ്ങി. ആശരികമായിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ആത്മീയമായിട്ട് എങ്ങനാ? ആ നിധി എന്താ? യേശു ക്രിസ്തുവിന്റെ ജീവനാ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കുള്ളത് എന്താ വിൽക്കാനുള്ളത്? ഈ ആദാമ്യമായുള്ളതാ. നമ്മൾ വിറ്റിട്ടുണ്ടോ? എല്ലാം വിട്ടിട്ടുണ്ടോ? ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി. വിറ്റിട്ടുണ്ടായാലും അത് പഴയതാ, അത് കഴിഞ്ഞു പോയതാ. വിറ്റിട്ടില്ലല്ലോ, ഇന്നും അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നെങ്കിലോ നമുക്ക് ആ നിധി കിട്ടത്തുമില്ല, നമ്മളൊരു നഗ്നനായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പം ഈ ഒരു സത്യം നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്താ കണ്ടെത്തേണ്ടേ? ഞാൻ ഇതുവരെ ശരിയായില്ല എന്നാണ് കണ്ടെത്തേണ്ടത്. എനിക്ക് താഴ്മയില്ല, സൗമ്യതയില്ല, നുറുക്കമില്ല എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ എൻ്റെ സുഖമേറ്റ് എന്നോട് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന. ആത്മാവിലുള്ള ആശ്വാസം, സ്വസ്ഥതയോ, അതാണ് ബേസിക്കായിട്ടുള്ളൊരു കാര്യം. അപ്പം നമുക്ക് ആത്മാവിലൊരു ഒരു സ്വസ്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആവപ്പാടെ വ്യത്യാസപ്പെട്ടിരിക്കും. നമുക്ക് ആത്മാവിൽ സ്വസ്ഥതയില്ല, നമ്മൾ അസ്വസ്ഥരായിരിക്കും. നമുക്ക് ഒരു കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല, നമ്മളെപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അപ്പം നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കും. കർത്താവ് അതുകൊണ്ടാണ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ്, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തി അറിയായിയാൽ. അപ്പം നമ്മൾ തിരുവെഴുത്തുകൾ അറിയും തോറുമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരും. തിരുവെഴുത്തുകൾ അറിയാന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവത്തെ അറിയാന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, പക്ഷേ നിത്യവും പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരിക നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? നമ്മളിങ്ങനെ പറയാറില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ മധ്യേ ഞാനുണ്ട്. പക്ഷെ വേറൊരു വ്യവസ്ഥയുണ്ട് അതിന്. തിമോഥെയോസിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അങ്ങനെ അനീതി വിട്ടിട്ട് ഒന്നിച്ചു കൂടുന്നിടത്തേ ആരുള്ളൂ? കർത്താവുള്ളൂ. അല്ലാണ്ട് നമ്മളിവിടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൂടി വരിക എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചിട്ട് ഇവിടെ ഇരുന്നാൽ കർത്താവ് വരത്തില്ല. കർത്താവ് വരുന്ന എപ്പോഴാ? ആ കൂടി വരുന്നവരെന്ത് ചെയ്യണം? പാപം വിട്ട് ഒഴിയണം, മാനസാന്തരത്തിന്റെ വഴി നടക്കുന്നവരായിരിക്കണം. ആ പാപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്ന ഒരു കാര്യം ഇല്ലേ? നമുക്ക് പാപത്തെക്കുറിച്ച് പോലും ഒരു ബോധമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം, അടിസ്ഥാനപരമായ ഒരു പ്രശ്നം. പാപം എന്താന്ന് ചോദിച്ചാൽ എന്താ പാപം? ഇപ്പം നമ്മളോട് ചോദിക്കുക, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ചോദിക്കുക, ഈ പാപം എന്താ ഈ പാപം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? എന്താ പാപം? പാപം നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഏകമനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പം നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെ പാവാ? വളരെ ലളിതമായിട്ട് വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കും. ഇപ്പം ജഡത്തിൽ നിന്ന് വരുന്നതെല്ലാം മരണകരമായ പാപം നിറഞ്ഞതാണ്, വളരെ വ്യക്തമാണ്. പക്ഷെ നമ്മൾ ജഡത്തിൽ നിന്ന് വരുന്നതിന് എന്താ ചെയ്യാറില്ല? ന്യായീകരിക്കുക ചെയ്യാറില്ല, അല്ലേ? നമ്മളെ തന്നെ ഉയർത്തിയതിന് ശേഷം നമ്മളതിനെ ന്യായീകരിക്കും. മത്സരിച്ചതിന് ശേഷം, ശാഠ്യം കാണിച്ചതിന് ശേഷം നമ്മൾ അതിനെ ന്യായീകരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളേതാ ജീവനേക്കാളേറെ മരണത്തെ സ്നേഹിക്കുന്നതെന്നാണ്. അപ്പം ജീവനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ന്യായീകരിക്കത്തില്ല. അയ്യോ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പാപം ചെയ്യുന്നതായിരിക്കും പറയുക. അല്ലാത്ത ഒരാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. മത്സരിച്ചതിന് ശേഷം, കൈപ്പോടിരുന്നതിന് ശേഷം നമ്മളതിനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അത് കാണിക്കുന്നത് എന്താ? നമ്മൾ ഇതുവരെയും മരണം വിട്ട് ജീവനിൽ കടന്നിട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് എങ്ങനെ എഴുതിയത്? സഹോദരനെ സ്നേഹിക്കുന്നവനെല്ലാം വെളിച്ചത്തിൽ വസിക്കുന്നു, അവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കും. സഹോദരനെ പഴിക്കുന്നവനല്ല ഇപ്പോഴും അടായിരിക്കുന്നത്, മരണത്തിൽ, ഇരുട്ടിലായിരിക്കുന്നത്, മരണത്തിലായിരിക്കുന്നത്. സഹോദരനോട് കയ്പും പകയും വിദ്വേഷവും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഇങ്ങനെയൊക്കെ കാണിക്കും, പിന്നെ എന്താ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 കൊരിന്ത്യർ 5 അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ക്രിസ്തുവിൻ്റെ
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏത് സാഹചര്യത്തിൽ ഞങ്ങളിൽ നിന്ന് എന്താ വരുന്നത്? ക്രിസ്തുവിൻ്റെ സൗരഭ്യം, ക്രിസ്തുവിൻ്റെ സ്വഭാവം വരുന്നത്. നമ്മളെന്താ പറയുന്നത്? ഇപ്പം ഭാര്യമാരെന്താ പറയുന്നത്? എന്നെ സ്നേഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ അനുസരിച്ചില്ല. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ഈ മരണമുള്ളതെന്നാ. നമ്മൾ ജീവനാണെങ്കിലും എന്ത് പറയും? ഇങ്ങോട്ട് എന്താണെന്നുള്ളത് നമ്മൾ നോക്കത്തില്ല. നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഈ സൗരഭ്യം വീശിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഒരു ഭർത്താവ് പറയാ, ഒരിക്കലും സഹോദരനോട് ഈ പരസ്പരം ക്ഷമ ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം പുള്ളി സഹോദരൻ എടുത്ത് പോയി ക്ഷമ ചോദിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ ക്ഷമ ചോദിച്ചു, എന്നോട് ചോദിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞതിലെന്താ? ഇപ്പം ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കുന്നു, മറ്റേ ആൾ അനുസരിച്ചില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആളവിടെ കണക്ക് കൊടുക്കേണ്ടി വരും കർത്താവിന് മുമ്പാകെ. നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല, നമ്മളോട് പറഞ്ഞ് ചെയ്യുന്നു ഇല്ല. ഇപ്പം ഭാര്യമാർ വിധേയപ്പെടുകയും അനുസരിക്കുകയും കീഴടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് ഭാര്യയോട്, ഇല്ലല്ലോ? ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? ക്ഷമിക്കുക. ക്ഷമിക്കണേ എന്ത് വേണം? എതിർവശത്ത് എന്തെങ്കിലും കുഴപ്പം വേണം? ഇല്ല, ഒരു കുഴപ്പമില്ലാണ്ട് ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആത്മീയമായിട്ട് വളരുന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് പുറപ്പെടുവിക്കും? ആകാത്ത ഫലം. ചിലപ്പോഴോ നല്ല ഫലം, ഇല്ലേ? അതാ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ്, ചിലപ്പം മധുരമുള്ള വെള്ളം, ചിലപ്പം കയ്പുള്ള വെള്ളം. ഓരോ ഉറവേന്ന് രണ്ടും കൂടെ വരുമോ? വരത്തില്ല. ഉറവയ്ക്ക് എന്തോ തകരാറുണ്ടെന്നുള്ളത് കാണിക്കുന്നത്. അതാ കർത്താവും പറഞ്ഞ്, രണ്ട് വൃക്ഷങ്ങൾ, ഒന്നാകാത്ത ഫലം കായ്ക്കുന്നു, ഒന്ന് നല്ല ഫലം കായ്ക്കുന്നതും. അപ്പം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചാണ് വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൽ ലവോദിക്യ സഭയ്ക്ക് എഴുതുമ്പോൾ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ചിലപ്പോൾ നോക്കുമ്പോൾ നല്ല ഫലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക, ചിലപ്പോൾ നോക്കുമ്പോഴോ നേരെ എതിരെ. ചിലപ്പോൾ മുഖത്തേക്ക് പോകുമ്പോൾ സന്തോഷവും പാട്ടും, ആ സഹോദരൻ എന്തൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ വരുന്നത്. പിന്നെ കാണുമ്പോഴോ സന്തോഷവും ഇല്ല, ചോദ്യവും ഇല്ല, കാണുമ്പോഴും മുഖമൊക്കെ തിരിച്ചു നടക്കുക. ഇല്ലേ? അങ്ങനല്ലേ നമ്മുടെ അവസ്ഥ? ഇതാണോ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഏത് സമയത്ത് നമ്മളിൽ നിന്ന് എന്താ വരണ്ടേ? ക്രിസ്തുവിൻ്റെ സൗരഭ്യം. അത് നമ്മൾ ആത്മാവാകുന്ന വൃക്ഷത്തിൽ നിൽക്കുമ്പോഴേ വരത്തുള്ളൂ. ആത്മാവിൽ എന്തില്ല? നിരാശയില്ല, കയ്പില്ല, പകയില്ല, പിണക്കമില്ല, അസ്വസ്ഥതയില്ല, മത്സരമില്ല, ശാഠ്യമില്ല. ആ വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് കർത്താവോട് പറഞ്ഞൊരു കാര്യം, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. യോഹന്നാൻ 15 കർത്താവ് പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വഴിയെ നമുക്ക് സ്വസ്ഥയോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇങ്ങനെ വായിക്കും, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത വൃക്ഷമൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കൊമ്പൊക്കെയും. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിലല്ലാതെ നമുക്ക് കായ്ക്കാം, നമ്മളിൽ തന്നെ കായ്ക്കാൻ പറ്റും. അതാണ് ഈ ആകാത്ത വൃക്ഷത്തിൽ നിന്നുള്ള കായ. യഹൂദനോട് പറയുമ്പോൾ, ഇസ്രായേലിനോട് പറയുമ്പം പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് അത് കിളച്ച് ഒരുക്കി നട്ട് അതിന് വേലിയൊക്കെ കെട്ടി ചക്കുമൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക. എന്തിനാ? മുന്തിരിങ്ങ പറിച്ച് ആട്ടി ഇതെടുക്കാൻ, രസം എടുക്കാൻ. കായ്ച്ചപ്പോഴോ കാട്ടുമുന്തിരിങ്ങ. നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കി, നമ്മളെ എന്തിനാ കർത്താവ് വീണ്ടെടുത്തേ? കർത്താവ് തുടർന്ന് താഴെ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹിമപ്പെടുന്നു. മോളി പറയുന്നത്, തുടർന്ന് പറയുന്നത്, അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നു. രണ്ടാമത്തെ വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെ അദ്ദേഹം കായ്ക്കേണ്ടെന്ന് ചെത്തി വെടിപ്പാക്കുന്നു. ഇല്ലേ? നമുക്കും അറിയാം, നമ്മുടെ പറമ്പിക്കൂടെ നടക്കുമ്പോൾ ഒരു തെങ്ങയിൽ 5-8 കൊല്ലം നിറയെ കാ പിടിച്ചാണ്, നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഭയങ്കര സന്തോഷം. അടുത്ത തെങ്ങിലോട് ചെല്ലുമ്പോൾ 5-8 കൊലയുണ്ട്, ആകെ 3 തേങ്ങയുണ്ട്, നമുക്ക് എന്ത് തോന്നും? അല്ലേ? നമുക്ക് ആകെപ്പാടിയൊരു വിഷമം തോന്നും. അപ്പം നമ്മളതിനെന്താ ചെയ്യുന്നത്? കളച്ച് കൂടുതൽ വളമിടും. ഇത് മെച്ചപ്പെടുമെന്ന് നോക്കും. മെച്ചപ്പെടുന്നില്ലെങ്കിലോ വെട്ടി വേറെ തെങ്ങ് വെക്കും. ആത്മീയാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കി, ഇവിടെ കർത്താവ് എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. അന്നേരം ഒരു കായുണ്ട് എന്നിൽ നിന്ന്, കർത്താവിൽ നിന്നല്ല എന്നിൽ നിന്ന് ഒരു കായ്ക്കലുണ്ട്. അത് ഈ വല്ലപ്പോഴൊക്കെയുള്ള ഫലം. ചില സമയത്ത് കാണത്തില്ല, അല്ലേ? ഈ നമ്മുടെ നിരന്തരമായൊരു ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഈ കുറച്ച് ഫലം കായ്ക്കുന്ന, അധികം ഫലം കായ്ക്കുന്ന ചെത്തി
വെടിപ്പാക്കുന്നു. എന്താ ചെത്തി വെടിപ്പാക്കല്? എന്താ? നമ്മൾ ഈ കൊക്കോ ഒക്കെ കവാത്തി പ്രൂണിങ് ചെയ്യാന്നൊക്കെ പറയും. ഒത്തിരി ഇങ്ങനെ കാട് പിടിച്ചോലെ കിടക്കുന്ന ഒത്തിരി അങ്ങ് വെട്ടിമുറിച്ചും കളയുക ചെയ്യുന്നത്. അങ്ങനെ കളഞ്ഞ് നമുക്ക് കണ്ട സങ്കടം തോന്നും. പക്ഷെ അടുത്ത സീസണിൽ അത് നന്നായിട്ട് കായ്ക്കും. ഇങ്ങനെ മൂടി കിടന്നാൽ കായ്ക്കത്തില്ല. നമ്മളെ കായ്ക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ? നമ്മുടെ സ്വയം, നമ്മുടെ ഇഷ്ടം. നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുത്തവരാണ്. ഈ വളരെ ഫലം കായ്ക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ചവർ. അവരിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? ദൈവികമായിട്ടുള്ള സ്വഭാവം മാത്രമേ വരത്തുള്ളൂ. ഇപ്പം ദൈവിക സ്വഭാവം എന്ന് പറയുമ്പോഴും നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്. എന്താ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭക്തരാണെന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? അങ്ങനെ അധികം വർത്താനം ഒന്നും പറയാണ്ട് ഇങ്ങനെ കുനിഞ്ഞുകൂടി പാത്തു പതുങ്ങി നടക്കുന്നവരെ നമ്മൾ പറയും ഭയങ്കര ഇല്ല, നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ട്. ആ ജഡത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദർശനമാണ്. പക്ഷെ കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമല്ല കാണുന്നത്. ആണോ? ഒരു ദിവസം കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പം എന്താ ചെയ്തേ? തലേദിവസം അവിടെ ചെന്നു, ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോയി. പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ വായിക്കുന്ന അവൻ കയറും കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവിടെ വെച്ച്, അവിടെ ഇരുന്നിട്ട് കുറച്ച് കയറൊക്കെ സംഘടിപ്പിച്ച് ഒരു ചമ്മട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചമ്മട്ടി ഉണ്ടാക്കിയതിന് ശേഷം എന്താ ചെയ്തേ? വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി അവരുടെ പീഠങ്ങളൊക്കെ മറിച്ചിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അല്ലേ? ആ പീഠങ്ങളൊക്കെ മറിച്ചിടുന്ന ആ രംഗം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പൈസയുടെ ഇടപാട് നടത്തുന്ന മേശകളാ. കർത്താവ് എങ്ങനെ അത് മറിച്ചിട്ടത്? ഇങ്ങനെ ചെന്ന് പയ്യെ ഞാനിതൊന്ന് മറിച്ചിടാൻ പോവാ കേട്ടോ. അങ്ങനെ നമ്മൾ വായിക്കുന്ന എല്ലാവരും പുറത്ത് ചാടിയെന്നാ. ഈ പരിപാടി നടത്തുന്നവരെല്ലാം പേടിച്ചു പോയി, അവരെല്ലാം പുറത്ത് ചാടി. അപ്പം നമുക്കെന്താ ചിന്ത? പക്ഷെ നമ്മുടെ ജഡത്തിൽ ഇതിന് വിരുദ്ധമായ ചില ധാരണകളുണ്ട്. ഒരു ആത്മീയൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന ഒരു ചിന്തയുണ്ട്. അത് നമ്മളെ വഞ്ചിക്കും. അപ്പം ജഡത്തിൽ നിന്ന് ഇതിന് ബദലായിട്ട് ഇതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും വന്നുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 Corinthians 13:5 വരുമ്പം സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ അനീതി കാണുമ്പോൾ സ്നേഹത്തിന് സന്തോഷം വരത്തില്ല. എപ്പോഴും സന്തോഷിക്കാനല്ലേ പറഞ്ഞേ? അല്ലേ? അവിടെ പറയുന്നേ ഇല്ല, അവിടെ സന്തോഷം വരത്തില്ല. പിന്നെ എന്താ വരുന്നേ? കർത്താവിന് എന്താ വന്നത് ഇതെല്ലാം അവിടെ കണ്ടപ്പോൾ? എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹ ആക്കിയിരിക്കുന്നു. അതിൻ്റെ പ്രതികരണം വളരെ രൂക്ഷമായിട്ടായിരുന്നു. കർത്താവ് ആൾക്കാരെ ഒന്നും അടിച്ചില്ല, കാളയും കഴുതി ഇതിനെല്ലാം അടിച്ച് പുറത്താക്കി മേശയെല്ലാം മറിച്ചിട്ട് ഒരു ശുദ്ധീകരണം നടത്തി. ഇപ്പം നമുക്ക് പലപ്പോഴും ഈ ജഡത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ട്. ഇപ്പം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ചിലരെ വിട്ട് അകലാൻ പറയുന്നുണ്ട്, ഇല്ലേ? 2 ദിവസം 3 എന്താ പറയുന്നത്? ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഈ വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന് പറ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 2 Timotheus 3 പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് സഭയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്ന മനുഷ്യസനികളും ദ്രവ്യാഗ്നികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മമാരെ അനുസരിക്കാത്തവരും ശാഠ്യക്കാരും നിഗളികളും, ഇങ്ങനെ വലിയ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അത് സഭയ്ക്കുള്ളിലെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് എന്താ പറയുക? അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വിട്ട് എങ്ങനെ ഒഴിയുന്നു? എങ്ങനെ വിട്ടൊഴിയുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ അനുസരിക്കേണ്ട ഒരു കൽപ്പനയായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കറിയത്തുമില്ല ഈ വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം. അതുകൊണ്ട് സാഗ്നോർ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മുടെ ചർച്ച വരുന്ന എല്ലാവരോടൊന്നും എനിക്ക് കൂട്ടായ്മയൊന്നുമില്ല. ചിലരോട് ഞാൻ ഹായ് എന്ന് പറഞ്ഞങ്ങ് ഒഴിവാകും. പക്ഷെ ചിലരോട് ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഭക്തിയുടെ വേഷമുള്ളവരോടുള്ള ബന്ധത്തിൽ അത്രേ ഉള്ളൂ, ഹായ് കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥ ജീവൻ ആഗ്രഹിക്കുന്നവരുള്ള ബന്ധത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. പിന്നെ നമുക്കറിയാം കർത്താവിന് 12 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ 3 പേരുടെ ഒരു ചെറിയ സഭയുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നിടത്തൊക്കെ അവരെ കൊണ്ടുപോകുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയും മുറ്റത്ത് നിന്നോളാൻ പറയും. ശരിയല്ലേ? മറൂമല്ലേ ഒരു 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നിടത്ത് ഈ 3 പേരെ കൊണ്ടുപോകുള്ളൂ. അവരെ കൂട്ടിയുള്ളൂ. എന്താ അതിൻ്റെ കാരണം? അതാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഒരു മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, എങ്കിൽ പോലും അവർ ആ പിതാവ് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരുന്നില്ലായിരുന്നു.
എല്ലാവരെയും കർത്താവിനെ അറിയായിരുന്നു, പത്രോസിനെ അറിയായിരുന്നു. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞ്, നീ കോഴി 2 വട്ടം കൂന്നതിന് മുമ്പ് എന്നെ 3 വട്ടം തള്ളി പറയും. പത്രോസ് എന്താ പറഞ്ഞേ? കർത്താവ് ഈ ഒരു പൊട്ടനാന്നാ പറഞ്ഞേ. ആ പക്ഷെ കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആള് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ അവസ്ഥ അങ്ങനെ. പക്ഷെ കർത്താവ് ഇത് തിരിച്ചറിയുന്നത് അത് തന്നെ. സഭയ്ക്കുള്ളിലും അങ്ങനത്തെ ഒരു, ഇപ്പം ഞാനിങ്ങനെ സാഗ്രൂർ പറഞ്ഞ കേൾക്കാൻ കഴിയും, നമ്മുടെ പല സഭകളിലും കർത്തൃമേശയ്ക്ക് ഒരു പ്രത്യേക മീറ്റിങ്ങാണ്, എല്ലാവർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ വഴിയെ പോകാൻ ആഗ്രഹിക്കുന്ന സമർപ്പണം ഉള്ളവർക്ക് മാത്രമേ ഈ കർത്തൃമേശയിൽ എന്താ നമ്മൾ പറയുന്നത്, ഒരു ശരീരമാണ് അല്ലേ? സ്വന്തം ശരീരത്തിൽ ആരും ഉപദ്രവിക്കുമോ? അതാര് ചെയ്യുമെന്നാ പറഞ്ഞു? ഭ്രാന്തൻ അല്ലേ? സ്വന്തം ശരീരത്തെ, ഭാര്യ ഭർത്തൃ ബന്ധമുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരും സ്വന്തം ശരീരത്തെ പകച്ചിട്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെയാ. ആത്മീയമായിട്ട് ഞാനും കർത്തൃമേശയിൽ എന്താ ഏറ്റു പറയുന്നത്? ഇതെൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, ഇവരൊക്കെ എൻ്റെ അവയവങ്ങളാണ്. ഇപ്പം എൻ്റെ കൈക്ക് ഒരു മുറിവ് വന്നിട്ടുണ്ടേ, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുമോ? ഞാൻ എന്താ ചെയ്യുന്നത്? കഴുകി വൃത്തിയാക്കി മരുന്നൊക്കെ തേച്ച് സൂക്ഷിച്ചു കൊണ്ട് നടക്കും. കൈ തരാൻ നേരത്ത് പറയും, ഈ കൈ തരത്തില്ലെന്ന് പറയും, ഇതിന് മുറിവുണ്ട്. ശരിയല്ലേ? നമ്മളിതിനെ കരുതാൻ തുടങ്ങും. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സഭയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന സഭയോടുള്ള ബന്ധം, ആ സഹോദരൻ പറയുമായിരുന്നു, എന്നെ കെട്ടിപ്പിടിച്ച്, സഹോദരന് ഒത്തിരി ആയുസ് ദൈവം തരണം, ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യമുണ്ട്, ഒരു ഒരു നമ്മളൊരു ശരീരത്തിൻ്റെ അംശികളാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്ര നേരം പറഞ്ഞത് എന്തായിരുന്നു? പിന്നെ പറഞ്ഞത് എന്താ? അപ്പം നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക, നമ്മുടെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ, നമ്മളൊരു കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ, ഒരു ശരീരത്തിന് ഒരു അപ്പത്തിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയും പല ഗോതമ്പണികൾ ഒടിഞ്ഞു ചേർന്നൊരു അപ്പമായി തീർന്ന്, അങ്ങനെ നമ്മളും പലരായ നാം ക്രിസ്തുവിലൊരു ശരീരമാണെന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കിടന്ന് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞേ, ഇവനെ അറിയ പോലും ഇല്ല. അപ്പൊ അങ്ങനെ ആ ഒരു ആത്മാവിലേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പം നമ്മളെ തന്നെ ശോധന ചെയ്തു. അങ്ങനെ ഒരു ആത്മാവുള്ള ഒരാൾ പാപത്തോട് എപ്പോഴും എതിർത്ത് നിൽക്കും, പാപത്തോട് ശക്തമായ എതിർപ്പുള്ള ഒരാളായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ പാപത്തോടൊരു ലഘുവായ മനോഭാവമാണെങ്കിൽ അത് കാണിക്കുന്നത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നമുക്ക് ആ ഭാഗം നോക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 6-ാം അധ്യായം 9 വാക്യങ്ങളാണ്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വായുഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ ആരാ തന്നെ വഞ്ചിക്കുന്നേ? ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ദൈവരാജ്യത്തേക്കുള്ള യാത്രയിലാണെന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെത്താൻ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ പാപത്തോടുള്ള മനോഭാവമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണോ ഇല്ലയെന്ന് തെളിയിക്കുന്നൊരു കാര്യം. അങ്ങനെ പാപത്തോട് എതിർത്ത് നിൽക്കുന്നവർ തമ്മിലാണ് ഒരു ശരീരമായിട്ട് പണിയപ്പെടത്തുള്ളൂ. അതിലൊരാൾ പാപത്തോട് എതിർത്ത് നിൽക്കുന്നില്ലെങ്കിൽ ആ ആൾ ആ ശരീരത്തിൻ്റെ ഭാഗമല്ല. ഇപ്പം നമ്മുടെ എല്ലാം, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ പിള്ളേരൊക്കെ വളരെ ഒരു നാണവും ഇല്ലാണ്ട് പബ്ലിക്കായിട്ടാണ് ഏറ്റു പറയുന്നത്, ഞാൻ ഒച്ചയുണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ഇത്ര മുതിർന്നവർ ചിന്തിച്ച് നോക്കി, വീട്ടിൽ ഭാര്യയും ഭർത്താവായിട്ട് ഉഗ്രൻ അടിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വളരെ ഭക്തിയോടെ ഇരിക്കും നമ്മൾ, ഒരു കുഴപ്പമില്ലാത്ത വലിയ മാന്യന്മാരായിട്ട്, അല്ലേ? ശരിയല്ലേ? കർത്തൃമേശയുടെ സമയത്ത് നമുക്കൊരു ഒരു ഒരു മനസാക്ഷിക്കുത്തൊന്നും തോന്നാറില്ല. ശരിയാണോ? നമ്മളതിനകത്ത് പങ്കെടുക്കും, പക്ഷെ പാപത്തിൽ ജീവിക്കും. ഈ ജഡത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വേഷം കെട്ട്. നമ്മളൊരു പാട്ടി പാടാറില്ല, നമ്മുടെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ല, ജഡത്തിന് നാട്യം വേണ്ടിങ്. ഈ ജഡത്തിൻ്റെ നാട്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം ഒപ്പിച്ചിട്ട് നമ്മൾ വളരെ ഭക്തന്മാരായിട്ട് ഇവിടെ വന്നിരിക്കും. കർത്തൃമേശയിലും പങ്കെടുക്കും, എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായവും പറയും. ഇതാ വഞ്ചന എന്ന് പറയുന്നത്. ഈ ജഡത്തിന് എന്തേ ഉള്ളൂ? ജഡത്തിനുള്ളിൽ വഞ്ചന മാത്രമേ ഉള്ളൂ, ഒരു നന്മയില്ല അവിടെ. അപ്പം നമ്മൾ പാപത്തോട് ലഘുവായ മനോഭാവം സൂക്ഷിക്കുന്നെങ്കിൽ അത് അപകടമാണ്. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ആഴ്ച വലിയ പോരാട്ടമൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം അവരുടെ കണ്ണ് തുറക്കാഞ്ഞിട്ടാ.
കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. ചിന്തകളിൽ ഇല്ല, ചിന്തകളിൽ ഈ മോഹത്തിന്റെ ചിന്തകൾ വരാറുണ്ടോ? അത് പ്രധാനപ്പെട്ട ഒരു പോരാട്ടോ, അത് വളരെ വലിയ സീരിയസ് ആയൊരു കാര്യമാണ്. അതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഉള്ളിലൊന്നും പുറമെ വേറൊന്നും കാണിക്കുന്നതാണ് കപടഭക്തി എന്ന് പറയുന്നത്, ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത്. ദൈവം ശരിക്കും എവിടെയാ ഒരു പ്രവൃത്തി? പുതിയ നിയമകാലത്ത് ദൈവം എവിടെയാ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഹൃദയത്തിലാണ്. പുതിയ ഹൃദയം തന്നെ പ്രവൃത്തി തുടങ്ങുന്നത്. അകത്താ പ്രവൃത്തി തുടങ്ങുന്നത്. അകത്തിന്ന് വേണം എന്ത് വരാൻ? പുറത്തേക്ക്. ഈ ഫലം പുറത്തേക്ക് വരാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒന്നാമത് ദൈവം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ചിന്തകളെ, ഉദ്ദേശങ്ങളെ, മനോഭാവങ്ങളെയൊക്കെ. ചിന്തകളെ രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉദാഹരണം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താ വരുന്നേ? നിന്നെ കാണിച്ചു തരാമെന്നാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിലൊരു മാറ്റവും വന്നിട്ടില്ല. ഉള്ളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഹൃദയംഗമായിട്ട് ആളെ അനുഗ്രഹിക്കും. നമ്മൾ മുറിപ്പെടത്തില്ല, അസ്വസ്ഥരാകത്തില്ല. നമ്മളെ അയാൾ വല്ലാണ്ട് ഉപദ്രവിച്ചാൽ പോലും നമ്മുടെ തിരിച്ചങ്ങോട്ട് ഉണ്ടാവില്ല. നമുക്ക് ഒരു പ്രതികാര ചിന്തയോ കയ്പോ ഒന്നും ഉണ്ടാവത്തില്ല. ഇനി അത് വരുന്നുണ്ട്, എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഉള്ളിലൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ എപ്പോഴും പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഉള്ളിലേക്കാണ് നോക്കുന്നത്, ഉള്ളിൽ നിന്നാണ്. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ അപ്പം നമ്മുടെ ഉള്ളിലാണ് ദൈവം ആദ്യത്തെ മാറ്റം വരുത്തുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഉള്ളിൽ മാറ്റം വന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലെ പ്രായമായ അപ്പച്ചനോ അമ്മച്ചി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ മലമൂത്ര വിസർജനം നടത്തി, നമ്മളത് ക്ലീൻ ചെയ്യാൻ പോവുക. നമ്മളെങ്ങനെയാണ് പോകുന്നത്? ആകെ അറപ്പും വെറുപ്പും അസ്വസ്ഥതയായിട്ട് ഇല്ല, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചെയ്യാൻ പോവാ. അതേസമയം ഒരു കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ മനോഭാവവും മുഖഭാവവും ഒക്കെ എന്താ? എങ്ങനെ? അറപ്പും വെറുപ്പൊക്കെ ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ ഒരറപ്പും ഇല്ല, ഒരു വെറുപ്പും ഇല്ല, ഇല്ലേ? നമ്മൾ വളരെ കൂളായിട്ടാണ് ചെല്ലുന്നത്. എനിക്കെങ്ങനെ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഞാൻ കിടന്നിട്ട് വയറിലിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ തൂറ്റി എന്ന് വയറെ വീഴ്. എനിക്കൊരു അറപ്പും വെറുപ്പൊന്നുമില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? ഞാൻ അതിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒന്നാണ്. എൻ്റെ ഹൃദയത്തിൽ അതിന് സ്ഥാനമുണ്ട്. ഈ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തവരുടെ ബന്ധത്തിൽ നമ്മൾ എങ്ങനെയാ പെരുമാറുന്നത്? അറപ്പും വെറുപ്പും അസ്വസ്ഥതയും പരാതിയും പിറുപിറുപ്പും, അല്ലേ? കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈങ്ങാപ്പഴന്ന് ഞാനത് പറയാനിടയായി തീർന്നു. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പം നമ്മുടെ മാതാപിതാക്കള്, അല്ലേ, ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് മൂത്രത്തിൽ കുളിച്ചാൽ എഴുന്നേറ്റ് അവർ മൂത്രം ഒഴിച്ചാലും നമ്മൾ ഒഴിച്ചോ വല്ല പരാതിയും പറയാറുണ്ടോ? ഉണ്ടോ? അത് നമ്മളെ തേച്ച് കഴുകി വൃത്തിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ട്, അന്ന് പിന്നെ പൗഡർ ഇടിപ്പിക്കുന്ന വരുമായിരുന്നു, പൗഡറൊന്നും വാങ്ങാൻ നിവർന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു, ഇല്ലേ? അതേ മനോഭാവമാണ്. അപ്പം നമ്മളിങ്ങനെ കേന്ദ്രത്തിൽ വരുമ്പം വായിക്കുന്നുണ്ട്, അവരെ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെറുതായിരുന്നപ്പം നമ്മളെ നോക്കിയ പോലെ നമ്മൾ അവരെയും നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെറുതായിരുന്നപ്പം വെറുപ്പും അറപ്പും, നമ്മളെപ്പോഴും മൂത്രമൊഴിച്ച് വായിത്തു എന്നൊക്കെ പറഞ്ഞ് അടിയൊക്കെ തന്നിട്ടായിരുന്നോ ക്ലീൻ ചെയ്യുന്നത്? അല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പം മുള്ളി ഇങ്ങനെ അളിഞ്ഞു കിടക്കുന്ന കുഞ്ഞിനെ പോയി എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് മാറ്റി കിടത്തിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ആ പ്രത്യുപകാരം ചെയ്യുമ്പോഴും നമുക്ക് അതേ മനോഭാവം വേണം അവരോടുള്ള ബന്ധത്തിൽ. ദൈവം ഒരു പ്രവൃത്തി ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു ജീവനുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. ഇല്ലേലോ സാറാ പറഞ്ഞ ഒരു നിയമത്തിന്റെ തലത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നിവൃത്തിയില്ല, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സോടെ അല്ല ചെയ്യുന്നത്. നമ്മൾ പുതിയത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു. മനസ്സോടെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പരാതിയോ പിറുപിറുപ്പോ അസ്വസ്ഥയോ ഒന്നും ഇല്ലാതെ. ഫിലിപ്പിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന് നിഷ്കളങ്ക മക്കളാകാൻ എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞ്? എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും. ദൈവിക ജീവൻ നമ്മളിലുണ്ടെങ്കിൽ അങ്ങനെ വരുന്നത്. അപ്പം ദൈവം ദിനംപ്രതി നമ്മളെ പുതുക്കുന്നൊരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിന് ആ സ്വഭാവത്തോട് അനുരൂപരായി നമ്മുടെ ഉള്ളിൽ ആ ഒരു മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മാറ്റം വരണ്ടേ. ഇപ്പം നിയമകാലത്ത്, പഴയ നിയമകാലത്ത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ നോക്കുകയുള്ളൂ. 10 കൽപ്പന അനുസരിച്ചോ, അല്ലേ? കൊല ചെയ്യരുത്, കൊല ചെയ്യരുത് ആശ്ചര്യമായ കൊലയാണ്. വ്യഭിചാരം ചെയ്യരുത്, അത് ആശ്ചര്യമാണ്.
മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. പക്ഷെ പുതുമത്തിലേക്ക് വരുമ്പോഴോ വിചാരം എന്ന് പറയുമ്പോൾ എന്താ? സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നില്ല, വ്യഭിചാരം ചെയ്തു പോയി. മോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കുമ്പം വ്യഭിചാരം ചെയ്തു. അല്ലെ? പുതിയമത്തിലെ വിഗ്രഹം എന്താ? പഴയകാലത്ത് ആശ്ചര്യമായ വിഗ്രഹങ്ങളായിരുന്നു. പുതിയമത്തിലേക്ക് വരുമ്പോഴോ ധനം നമ്മുടെ ഒരു വിഗ്രഹമാകാം. ദൈവത്തെക്കാളേറെ ധനത്തെ സ്നേഹിക്കുന്ന മനോഭാവം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുറമേ ഉള്ളതിൽ ഒരിക്കലും തൃപ്തരാകരുത്. നമ്മുടെ ഉള്ളിലാ മാറ്റം വരേണ്ടി. ഉള്ളി മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒച്ചയുണ്ടാക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലാതിരിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പം നമ്മൾ ദൈവജനത്തെയാണ് പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രമാണം എന്താ? അപ്പനും അമ്മയും അടിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ? ഞാനപ്പോൾ ഇങ്ങനെ പിള്ളേർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ബ്രദറിൻ്റെ ഈ വടിയൊന്നും ഇല്ലായിരുന്നു എന്ന്. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. വടി എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ബാലന്റെ ഹൃദയത്തോടെ പോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അത് അടിച്ചു വാരി കളയുന്ന പറഞ്ഞ്. ഒച്ചയല്ല ശരിക്കും വേണ്ടി, ഒരു പരിധി വരെ. അപ്പം ഒരു ദൈവം പ്രവൃത്തി ചെയ്യുന്നൊരു കുഞ്ഞാണേൽ ആ വടിയും കൊണ്ട് വരുമ്പോഴേ എന്ത് ചെയ്യും? കീഴടങ്ങും, അടിച്ചോളാൻ പറയും. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനത് അറിയിക്കുന്നുണ്ട്, എനിക്ക് ദോഷം കൊണ്ട് നടക്കണ്ട, എനിക്ക് തൂത്തുവാരി കളയണം. അപ്പം നമ്മൾ നേരിടുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭക്തിയുടെ വേഷമുള്ളവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാൻ പറ്റും, അല്ലേ? തമ്മി കാണുമ്പം സ്നേഹചുംബനവും ഇതെല്ലാം കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ട്, വീട്ടിൽ ചെന്നിട്ട് ഇരുന്ന് കുറ്റം പറയും. അതൊരു വഞ്ചനയാണ്, അല്ലേ? പുറമേ ഒന്ന്, അകമേ വേറൊന്ന്, ഇരുമനസ്സ് ഇരുമുഖം, രണ്ട് മുഖം, അല്ലേ? തമ്മി കാണുമ്പോഴത്തെ മുഖം എന്ന് പറഞ്ഞാൽ അത് സർശ്വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണോ? അതുകൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ആ രൂപാന്തരം വരുത്തിക്കൊണ്ടിരുന്നത്. ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ആ ചുംബിച്ചതാ, അത് അങ്ങനെ തന്നെയാണ്. പിന്നെ ആ സഹോദരനെ കുറിച്ച് എന്ത് പറയുകയല്ല, ആ സഹോദരനെ കുറിച്ച് ദൂഷണം പറയുകയോ കുറ്റം പറയലോ സഹോദരിയെ കുറിച്ച് വിധിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ ചെയ്യുന്നുണ്ടതിൻ്റെ അർത്ഥം ദൈവികമായ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ല, പുറമേ ഉള്ളൂ. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളതല്ല, വേറുള്ളതല്ല. അപ്പം നാം നമ്മളെ തന്നെ ശോധന ചെയ്യാം സഹോദരന്മാരെ നമുക്ക്. അപ്പോൾ നമ്മളിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ആകാത്ത വൃക്ഷവും നല്ല വൃക്ഷവും, അതിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുക. പരീക്ഷകളിലാണ് ഏത് വൃക്ഷം നമ്മൾ, അതാണ് ഏതെങ്കിലും ദൈവം അവരെ സ്വതന്ത്രമായിട്ട് വിട്ടയച്ചത്. അവരോട് പറഞ്ഞത് ഇത് തിന്നുന്ന നാളും മരിക്കും, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാന്ന് പറഞ്ഞിട്ട് കെട്ടിയിടുകയല്ലേ ചെയ്ത്, അല്ലെ? മരത്തിനിട്ട് വേലി കെട്ടി വെച്ചിട്ടില്ല, തുറന്നു വിട്ടു. അവർ മനഃപൂർവ്വം സ്വീകരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ഒരാൾ, ആന്തരികമായിട്ട് പിടിക്കപ്പെട്ട ഒരാളാണ്. നമ്മൾ ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ബാഹ്യമായിട്ട് ഭക്തിയുടെ വേഷം ധരിക്കുന്നവരാണ്, ആന്തരികമായിട്ട് ഭക്തിയുടെ ശക്തി ഇല്ലാത്തവരാണ്. അപ്പോൾ ദൈവം എപ്പോഴും നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ, ചിന്താഗതികൾ, ഉദ്ദേശങ്ങളൊക്കെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ചായിരിക്കുമ്പോൾ ആദ്യത്തെ പടി എന്നുള്ളത് മാനസാന്തരം, അല്ലെ വീണ്ടും ജനനം. നമ്മളിങ്ങനെ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ഏത് സഭയോടെ ചേർത്തെ? ആദ്യം 11 പേരുള്ളൊരു കൂട്ടമായിരുന്നു അവർ, അപ്പോസ്തലന്മാർ. പിന്നെ അത് 120 പേരുള്ളൊരു കൂട്ടമായിട്ട് വർദ്ധിച്ചു. അങ്ങനെ അന്നാണ് പത്രോസ് ഇന്ന് പ്രസംഗിച്ചത്. 120 പേരോടുകൂടി 15 എഴുന്നേറ്റ് നിന്ന് അന്ന് 120 പേരുണ്ടായിരുന്നു, കർത്താവിൻ്റെ വാക്തത്വം വിശ്വസിച്ച് കാത്തിരുന്നവർ. അന്നാണ് ഒരു വലിയ കൂട്ടം രക്ഷിക്കപ്പെട്ടെ. അവരെ ഇവരോട് ചേർക്കുക ചെയ്ത്. അപ്പം അങ്ങനെ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുന്ന എവിടുന്ന് രക്ഷിക്കപ്പെട്ടവരെയാ? എവിടുന്ന് അവർ രക്ഷിക്കപ്പെട്ടെ? അവരോട് പറഞ്ഞ് വക്രമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്നും പറഞ്ഞവരെ പ്രബോധിച്ചെന്നാണ്. ഈ വക്രതയുള്ള ഒരു ലോകത്ത് അവിടുന്ന് നമ്മൾ അതിനെ ഉപേക്ഷിച്ചു. ഗലാത്യർ 3:3 ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മളെ വിടുവിക്കാൻ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. 1 യോഹന്നാൻ 5
അവസാനത്തെ വാക്യം 17 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇങ്ങനെ പറയുന്നത്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഒരു വ്യവസ്ഥിതിയാണ് അത്. മത്സരത്തിന്റെ, ശാഠ്യത്തിന്റെ, അനുസരണക്കേടിന്റെ, പാപത്തിന്റെ ഒരു വ്യവസ്ഥിതിയാണ്. അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അനുസരണത്തിലേക്ക്, താഴ്മയിലേക്ക്, ആ നിലയിലുള്ള കർത്താവിൻ്റെ. അത് ഇപ്പം ലോകത്തിന്റെ വ്യവസ്ഥിതി ദൈവത്തിനെതിരാണ്. ജഡം അതാണ്ട പറഞ്ഞ്, ജഡം ദൈവത്തിന്റെ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെടത്തില്ല. അവിടുന്ന് നമ്മളെ വീണ്ടെടുത്ത്. നമ്മൾ ജഡത്തോടുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് വായിക്കുന്നത്? ഫിലിപ്പിയർ 3:3 നമ്മൾ എന്താ വായിക്കുന്നത്? ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരും ജഡപ്രകാരം പോരാടുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നത് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞിട്ടതാ പറയുന്നത്. എന്നിട്ട് റോമർ 8:12 പറയുന്നത് എന്താ? സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കും, ജഡത്തിനല്ല കടക്കാറാകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് 13 വാക്യം എന്താ? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് മരിക്കും നിശ്ചയം. അതിൻ്റെ അർത്ഥം ഞാൻ ജഡത്തെ അനുസരിച്ചല്ല നടക്കുന്നത്, ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത്. അപ്പം നിങ്ങളും ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. ഈ ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്ന അനുസരിച്ചാണ് നമുക്ക് പുതുക്കം വരുന്നത്, നമുക്ക് രൂപാന്തരം വരുന്നത്. അങ്ങനെ ഒന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം. നമ്മളാണ് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മളാണ് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ. നമ്മുടെ സഭയും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതമാണ് ഒരു വെളിച്ചമായി തീരേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാർ, ഈ കാര്യങ്ങളെ നമുക്ക് ഗൗരവത്തോടെ എടുക്കാം, മാനസാന്തരപ്പെടാം. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയൊരു കാര്യം, നമ്മുടെ ഒരു ആദാമ്യ പ്രകൃതി എന്നുള്ളൊരു പാട്ടിങ്ങനെ ഉണ്ടല്ലോ, പ്രകൃതി കൊണ്ട് വികൃതമായ രൂപം മാറുവാൻ. ജന്മന നമ്മൾ വികൃതമായ ഒരു രൂപമുള്ളവരാണ്. പാപനിമിത്തം നമ്മുടെ രൂപം വികൃതമായി പോയിടത്തുനിന്ന് അവിടുന്ന് കർത്താവിൻ്റെ ആ യഥാർത്ഥ രൂപത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നൊരു പ്രക്രിയയാണ് ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവസഭയെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഏതളവിൽ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നോ ആ അളവിൽ നമുക്ക് ആ രൂപാന്തരം നടക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ആന്തരിക ബോധ്യം എപ്പോഴും ആവശ്യമുണ്ട്. പരീക്ഷകളിലാണ് നാം എന്താണെന്ന് വെളിപ്പെട്ട് വരുന്നത്, യഥാർത്ഥ നമ്മുടെ രൂപം. പത്രോസിന് തന്നെ എപ്പോഴാണ് മനസ്സിലായത്? നമ്മളിങ്ങനെ വായിക്കുന്നത്, പെട്ടെന്ന് കോഴി കൂകി, കർത്താവിൻ്റെ വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴി കൂകി, കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി. പത്രോസ് അന്നേരം ഓർമ്മ വന്നു. കർത്താവ് പറഞ്ഞ്, അന്നേരം വെപ്രാളത്തിലായിരിക്കുന്നത്, ആകപ്പാടെ പേടിച്ച് വെപ്രാളത്തിലായിരിക്കുന്നത്. പക്ഷെ കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസിന് മനസ്സിലായി താൻ എന്താ. നമ്മൾ വായിക്കുന്ന പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. എന്താണ് കർത്താവ് പറഞ്ഞാലും സത്യം, പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കർത്താവേ എന്നോർത്ത്. അപ്പം നമ്മൾ പത്രോസ് ജഡത്തിൻ്റെ ശക്തിയിലാണ് അവിടെ നിന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരെല്ലാം തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല, വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി ഞാൻ മരിക്കും. എന്നിട്ട് ആരുടെ മുമ്പിലാണ് തള്ളിപ്പറഞ്ഞ്? ഒരു ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നൊരു ചെറിയ പെങ്കൊച്ചിൻ്റെ മുന്നേ പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മളെക്കുറിച്ചുള്ള സത്യം ഇതാണ്. പരീക്ഷകളിലാണ് നമ്മൾ എന്താന്നുള്ള കാര്യം വെളിപ്പെട്ട് വരുന്നത്. അന്നേരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? മാനസാന്തരപ്പെടുക, നമ്മളെ തന്നെ താഴ്ത്തുക, കർത്താവിനോട് ഏറ്റു പറയുക, കർത്താവ് ഞാൻ അങ്ങനെ എന്നെക്കുറിച്ച് ചിന്തിച്ച, പക്ഷെ എനിക്കിപ്പോൾ സത്യം മനസ്സിലായി, എന്നെ തന്നെ താഴ്ത്തുന്നു, എന്നെ രൂപാന്തരപ്പെടുത്തണം എന്ന് എനിക്ക് കർത്താവിനോടൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ ഈ ക്രിസ്തീയത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.